നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബാക്കി ഡൽഹിയിൽ കാണാം. കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ ഇന്ന് എത്തുന്നത് പ്രമാണിച്ച് കനത്ത സുരക്ഷാ ക്രമീകരണം. കാലിക്കറ്റ് ക്യാമ്പസിൽ ഗവർണർക്കെതിരെ SFI പോസ്റ്റർ. പോലീസ് അതീവ ജാഗ്രതയിൽ. വെല്ലുവിളി നടത്തിയ SFIയുടെ തട്ടകത്തിൽ താമസിക്കാൻ ഉറച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അതേസമയം SFIയും പിന്നോട്ടില്ല. കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ ഇന്ന് എത്തുന്നത് പ്രമാണിച്ച് കനത്ത സുരക്ഷാ ക്രമീകരണത്തിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും മറ്റു യോഗത്തിൽ തീരുമാനം. ക്യാമ്പസിൽ ഗവർണറുടെ സഞ്ചാരപാതയിലും പോലീസ് ഉണ്ടാകും. മഫ്തിയിലും പോലീസ് സേവനം ഉറപ്പാക്കും. ആരോഗ്യവകുപ്പ്, റവന്യൂ, അഗ്നിരക്ഷാസേന തുടങ്ങിയവയിലെ ഉദ്യോഗസ്ഥരും യൂണിവേഴ്സിറ്റിയിലെ യോഗത്തിൽ പങ്കെടുത്തു. VVIP ഗസ്റ്റ് ഹൌസും പരിസരങ്ങളും പോലീസ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. ഗസ്റ്റ് ഹൌസിലെ മുഴുവൻ മുറികളും ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഗവർണർക്കും പേഴ്സണൽ സ്റ്റാഫിനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മാത്രമേ തിങ്കൾ രാത്രി വരെ മുറികൾ അനുവദിക്കും. നൂറുകണക്കിന് പോലീസുകാരെ ക്യാമ്പസിലും പുറത്തുമായി വിന്യസിക്കും. പ്രതിഷേധം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് കൊണ്ടോട്ടി പോലീസ് ഒരുക്കിയിട്ടുള്ളത്. കൊണ്ടോട്ടി DYSPക്കാണ് സുരക്ഷാ ചുമതല. വൈകിട്ട് 6:30 കരിപ്പൂരിൽ വിമാനമിറങ്ങുന്ന ഗവർണർ റോഡ് മാർഗം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെത്തും. ഞായറാഴ്ച രാവിലെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ കോഴിക്കോട്ടേക്ക് തിരിക്കും. 18 സർവകലാശാല സെമിനാർ ഹാളിൽ നടക്കുന്ന പരിപാടിയാണ് ഗവർണറുടെ ഔദ്യോഗിക പരിപാടി. 3 ദിവസം ഗവർണർ ക്യാമ്പസിൽ തങ്ങും. അതിനിടെ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ഗവർണർക്കെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ഞങ്ങൾക്ക് ചാൻസലറെയാണ് ആവശ്യം, സവർക്കറെയല്ല. ചാൻസലർ ആരാ? രാജാവോ? RSS നേതാവോ? ശാഖയിൽ പഠിച്ചത് ശാഖയിൽ മതി, സർവകലാശാലയിൽ വേണ്ട. ചാൻസലർ ക്യാമ്പസിനകത്ത്, സവർക്കർ ക്യാമ്പസിന് പുറത്ത് എന്നീ തലക്കെട്ടുകളിൽ എഴുതിയ പോസ്റ്ററുകളാണ് വെള്ളിയാഴ്ച വൈകിട്ടോടെ ക്യാമ്പസിൽ പ്രത്യക്ഷപ്പെട്ടത്. സർവകലാശാല പ്രവേശന കവാടം മുതൽ പരീക്ഷാ ഭവൻ വരെയുള്ള മേഖലയിലാണ് പോസ്റ്ററുകൾ സ്ഥാപിച്ചത്. സർവകലാശാലകളെ സംഘപരിവാർ താൽപര്യപ്രകാരം ഗവർണർ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് സമരരംഗത്തുള്ള SFI ശനിയാഴ്ച ഗവർണർ ക്യാമ്പസിലെത്തുന്ന സാഹചര്യത്തിലാണ് പോസ്റ്ററുകൾ പതിച്ചത്. സാഹചര്യം സങ്കീർണമായതോടെ SFI നേതൃത്വം CPM നേതാക്കളുമായി വെള്ളിയാഴ്ച കൂടിയാലോചന നടത്തി. ഗവർണർ കടുത്ത നിലപാടിലായതിനാൽ സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന നിർദ്ദേശമാണ് CPM നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായതെന്നാണ് വിവരം. അതിനാൽ അതിരുകടന്ന പ്രതിഷേധ സമരത്തിന് പോലീസ് സാധ്യത കാണുന്നില്ലെങ്കിലും അതീവ ജാഗ്രതയിൽ തന്നെ തുടരാനാണ് തീരുമാനം. കനത്ത സുരക്ഷയൊരുക്കുന്നതിന്റെ ഭാഗമായി ശനിയാഴ്ച രാവിലെ മുതൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ ക്യാമ്പസിലും പരിസര പ്രദേശങ്ങളിലുമായി നിയോഗിക്കും. 6 CIമാർ ഉൾപ്പെടെ 300ഓളം പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷാ ഡ്യൂട്ടിയിൽ ഉണ്ടാകാനാണ് സാധ്യത. സുരക്ഷ പാളിച്ചുണ്ടാകാതിരിക്കാൻ പഴുതടച്ച ക്രമീകരണങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് പോലീസ്. കൊണ്ടോട്ടി DYSP മൂസ വള്ളിക്കാടൻ, ക്രൈംബ്രാഞ്ച് DYSP ഗംഗാധരൻ എന്നിവർക്കാണ് സുരക്ഷാ ചുമതല. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയുള്ള SFIയുടെ കരിങ്കൊടി സമരത്തെ ന്യായീകരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കരിങ്കൊടി സമരം ഇനിയും തുടരുമെന്നും ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.